ഇപ്രാവശ്യത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. മതസൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയുമൊക്കെ മഹത്തായ ഉദാഹരണമാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. ഇപ്രാവശ്യം നോമ്പ് കാലമായിട്ട് കൂടി പൊങ്കാലയിടാൻ എത്തുന്ന സ്ത്രീകൾക്ക് വീടുകൾ തുറന്നു കൊടുക്കണമെന്നും ഭക്ഷണവും വെള്ളവും നൽകണമെന്നുമൊക്കെയുള്ള പാളയം ഇമാമിൻ്റെ വാക്കുകൾ നമ്മുടെ സ്വന്തം കേരള സ്റ്റോറിയായി നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞു. പക്ഷേ നടിയും ബിഗ് ബോസ് താരവുമായ റെനീഷയും ഇപ്രാവശ്യം കേരള സ്റ്റോറിയുടെ ഭാഗമായി കേട്ടോ. നോമ്പുകാലത്ത് അവർ പൊങ്കാലയിട്ടത് ഒട്ടേറെ പേരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പൊങ്കാലയേക്കാൾ കൂടുതൽ കമൻറ്റുകൾ ഉണ്ടായി എന്ന് റെനീഷ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, മുൻ വർഷങ്ങളിലൊക്കെ വളരെ ഇഷ്ടത്തോടെ പൊങ്കാല വിഭവങ്ങൾ കഴിച്ചിരുന്ന മുസ്ലിം സഹോദരങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ പൊങ്കാല ദിവസം മുതൽ പിറ്റേ ദിവസം വരെ ഒളിച്ചു നടക്കുന്നുണ്ട്. മുൻപൊക്കെ ചോദിച്ചു വാങ്ങി ഇഷ്ടത്തോടെ കഴിച്ചിരുന്നവരാണിവർ. ഇപ്പോൾ പൊങ്കാല കൈപ്പറ്റാതിരിക്കാൻ ഒളിച്ചു നടക്കുകയാണ്. പക്ഷേ അമ്പലത്തിലെ പൊങ്കാലയും പായസവും ഒക്കെ മാത്രമേ ഇവർ കഴിക്കാതെയുള്ളൂ. മറ്റുള്ളതൊക്കെ നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുകയും അവർ പഴയ ഇഷ്ടത്തോടെ തന്നെ വാങ്ങുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ഉണ്ടായ ഈ വെളിപാടിൻ്റെ രഹസ്യം എന്താണോ ആവോ. RCCയിലൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ജാതിയും മതവും നോക്കാറില്ല, പറയുകയുമില്ല. അവിടെ ജീവൻ മാത്രമാണ് പ്രധാനം. മതം കാരണം മതമിളകുന്ന കുറേ വിവരം കെട്ടവർ ഇതൊക്കെ ഒന്ന് അറിയുകയും കാണുകയും വേണം. അറിവും പഠിപ്പും കൂടുന്നത് അനുസരിച്ച് മനസ്സ് വളരേണ്ടിടത്ത് ചിലർക്കെങ്കിലും മനസ്സിൽ മുരടിപ്പും കുരുടുമാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുദേവ വാക്യത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ ഏതായാലും മതങ്ങൾ നന്നായാൽ മതി എന്നായിട്ടുണ്ട്. മതം വിറ്റ് ജീവിക്കുന്ന കുറേ എണ്ണത്തിനൊപ്പം ജീവിക്കേണ്ടി വരുന്ന മനുഷ്യൻ്റെ ഗതികേട് മാത്രമാണിത്. റെനീഷയ്ക്കിട്ട് സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടാൻ വരുന്നവർ ഓർമ്മിക്കുക, നൊയമ്പ് കാലത്ത് മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം നോമ്പ് വ്രതം അനുഷ്ഠിക്കുന്ന ധാരാളം ഹിന്ദുമതക്കാരും ക്രിസ്ത്യൻ മതക്കാരുമുണ്ട്. നോമ്പ് തുറക്കാൻ മുസ്ലിം സഹോദരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന അന്യമതസ്ഥരുള്ള നാടാണ് നമ്മുടേത്. മതം പറഞ്ഞ് മതമിളകി നടക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് അറിയുക വേണം. മതത്തിനിടയിൽ മനുഷ്യത്വം മറക്കാതിരിക്കുക. വഴിയിലൊന്ന് അപകടത്തിൽപ്പെട്ടു പോയാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ചോര കൊടുക്കാനും ചികിത്സിക്കാനുമൊക്കെ സ്വന്തം മതസ്ഥരെ കിട്ടിയെന്ന് വരില്ല. മനുഷ്യത്വമുള്ള മനുഷ്യരേ ഉണ്ടാകൂ.